വീണ്ടും മഹാരാഷ്ട്രയിൽ വമ്പൻ വിജയം കൊയ്ത് ബി.ജെ.പി മുന്നേറുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മഹാരാഷ്ട്രയിലെ ജില്ലാ പരിഷത്ത് തിരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പി വലിയ വിജയം കൊയ്തത്. ഇതിനു മുമ്പുള്ള തിരഞ്ഞെടുപ്പിൽ നിന്ന് ഇരട്ടി മാർജിനിലാണ് ബി.ജെ.പി വിജയിച്ചത് കയറിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. 2026 മഹാരാഷ്ട്ര ജില്ലാ പരിഷത്ത് ഫലം യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ബി.ജെ.പി നേതൃത്വത്തിലുള്ള മഹായുതി 731 സീറ്റുകൾ അവിടെ മത്സരിച്ചതിൽ 552 സീറ്റുകൾ പിടിച്ചിരിക്കുന്നുവെന്ന വമ്പൻ റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇതൊരു വലിയ വിജയമാണ്. അതേസമയം മഹാവികാസ് അഘാഡി വളരെ പിന്നിലാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് മാത്രം 225 സീറ്റുകൾ കിട്ടി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് മഹായുതിയിലെ ഏറ്റവും വലിയ പാർട്ടിയായി ബി.ജെ.പി മാറിയിരിക്കുന്നു. അതേസമയം പുറത്തെയും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി.ജെ.പി മാറിയിരിക്കുന്നു 225 സീറ്റുകളിലൂടെ എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. അജിത് പവാറിന്റെ NCP 165 സീറ്റും ശിവസേന അതായത് ഷിൻഡെ വിഭാഗം 162 സീറ്റുമായി നിൽക്കുകയാണ്. മഹായുതി ജയിച്ചെങ്കിലും ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് 225 കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒപ്പോസിഷൻ അതായത് കോൺഗ്രസിന്റെ അവസ്ഥ അല്ലെങ്കിൽ മഹാവികാസ് അഘാഡിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് വെറും 55 സീറ്റുകൾ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് 43 സീറ്റും NCP ശരത് പവാറിന് 26 സീറ്റുകളും വിജയിക്കാൻ സാധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒപ്പോസിഷൻ സമ്പൂർണ്ണമായി വീണു എന്ന് തന്നെ നമുക്കിവിടെ പറയാനായി സാധിക്കും. അതായത് സമ്പൂർണ്ണമായി അവർ പരാജയപ്പെട്ടു. ബി.ജെ.പിക്ക് കഴിഞ്ഞ തവണത്തെക്കാൾ ഇരട്ടി സീറ്റ് ഇത്തവണ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ഇതിന്റെ കോണ്ടെക്സ്റ്റ് കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് 2017 ഇതിനു മുമ്പുള്ള ജില്ലാ പരിഷത്ത് തിരഞ്ഞെടുപ്പ് നടന്നത് 406 സീറ്റുകളാണ് അന്ന് ബി.ജെ.പിക്ക് ലഭിച്ചത്. അത് 27 ജില്ലകളിൽ ജില്ലാ പരിഷത്ത് തിരഞ്ഞെടുപ്പ് നടന്നിട്ടാണ് കിട്ടിയത്. എന്നാൽ ഇപ്പോൾ വെറും 12 ജില്ലകളിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അവിടെ നിന്നാണ് ബി.ജെ.പി 225 സീറ്റുകൾ കരസ്ഥമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇരട്ടി സീറ്റ് എന്ന് പറയുന്നതിൽ ഒരു പുനഃപരിശോധന വേണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷമടക്കം പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരേ സ്കെയിലിൽ കണക്കാക്കിയാൽ ഇരട്ടിയല്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പക്ഷേ ഈ 12 ജില്ലകളിൽ പഴയ ബി.ജെ.പിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു എന്ന് CM ദേവേന്ദ്ര ഫട്നാവിസ് പറയുകയുണ്ടായിട്ടുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിൽ ബി.ജെ.പിയെ നോക്കിക്കഴിഞ്ഞാൽ സിന്ധുദുർഗ്, സത്താറ, സോലൻപൂർ, സംഭാജിപൂർ, പർഭാനി, ധരാശിവ്, ലാത്തൂർ എന്നിവയിൽ വലിയ ഡോമിനൻസ് ആണ് ബി.ജെ.പി നേടിയെടുത്തിരിക്കുന്നത്. NCP പൂനെയിൽ വലിയ ഡോമിനൻസ് നേടിയിട്ടുണ്ട്. അതേസമയം ശിവസേനയും ഷിൻഡെ വിഭാഗവും രത്നഗിരിയിലും റൈഗണ്ടിലും ആണ് വലിയ ഡോമിനൻസ് നേടിയിരിക്കുന്നത്. കോൺഗ്രസ് കോലാപൂരിലാണ് ഒരു സ്ട്രോങ് ആയിട്ട് അവരുടെ ഒരു മത്സരം കാഴ്ചവെച്ചിരിക്കുന്നത്. വേറെ ഒരു പ്രദേശത്തും അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള മത്സരം കാഴ്ചവെക്കാനായി സാധിച്ചില്ല. എന്തായാലും ബി.ജെ.പിക്ക് വലിയ തലത്തിലുള്ള ഒരു മുന്നേറ്റമാണ് നേരിട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.